പോടെ. അംഗം കുറിച്ചിരിക്കുക. തറവാടിന് മാനം കാക്കണ്ടേ? ദിവസം എക്സസൈസ് എടുക്കണം. കുതിരയുണ്ടോ? അതൊക്കെ സിനിമയിൽ നടക്കാൻ പാടില്ല, ഒറിജിനൽ നടക്കാൻ പാടില്ല, ഒന്നുമില്ല. വാ, ഞാനേ പിത്തമെങ്കിലും പോകും. ഇതിന് 5 ലിറ്റർ പാല് കുടിപ്പിച്ചിട്ട് വേണം കുറക്കാൻ. 1 ലിറ്റർ കിട്ടും. എങ്ങോട്ടാണാവോ സാറുമാർ ഇത്ര ധൃതി പിടിച്ച് ഓടുന്നത്? അയ്യോ, ഒന്നും നോക്ക്. കാര്യമായിട്ടാ പോക്ക്. എന്തെങ്കിലും കുഴപ്പം കാണും. ഈ ഒരു കാര്യം ചെയ്ത് പിടിച്ച് നീ ഇതിന് കറക്കി ഞാനിപ്പോ വരാം. സാറേ, എടാ ഭർത്താവ് നിർത്ത്. എന്താണ് വായിൽ നോക്കിയിരിക്കും? നമ്മൾ സാറുമാർ ഓടുന്നുണ്ടോ? ഒന്ന് എഴുന്നേൽക്ക്, നമ്മൾ പോയി നോക്കി വരാം. സാറേ, അവിടെ നിന്ന് അവിടെ നിൽക്കാൻ കുഴക്ക് പോലെ. പക്ഷെ എന്നെ കാണാൻ എനിക്ക് കടയിൽ പോകേണ്ട ആവശ്യമുണ്ട്. സാറേ, അതാ ചായക്കടക്കാരനാ. വേറെ എന്തോ ആണ് കാര്യം, നമുക്ക് നിക്കാം. സാറേ, നമുക്ക് ഒന്നിച്ച് നേരിടാം. നിൽക്കണേ സാറേ. എങ്ങോട്ടാ 3 സാറന്മാര് ഓടുന്നത്? സാറേ, വല്ല കമ്പി ഞങ്ങൾ എക്സർസൈസ് എടുക്കാൻ പോവാ. എന്നോടൊരു വാക്ക് പറഞ്ഞ ഞാനത് എടുത്തോളൂ തന്നെ സാറേ. എന്താ എക്സർസൈസ്? അയ്യോ, നീ എന്താണ് കഥ വെച്ചിരിക്കുന്നത്? എന്താ എന്നിട്ട് ഓട്ടുക? എങ്ങോട്ടാണ് ഓടുന്നത് നിങ്ങള്? നമ്മൾ പേടിച്ച ശരിയാ. അവൻ പോലീസിനോട് എല്ലാം പറഞ്ഞാണ്. വിലാസം അറിയാത്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട് നടക്കുക. അവൻ CID ആണെന്നാണ് എന്റെ ബലമായ സംശയം. ആ കണ്ണട കണ്ടാലറിയാം. എന്തായാലും അവൻ നമ്മളെ കാണിച്ചു കൊടുക്കുന്നതിന് മുമ്പ് അവനെ നമുക്ക് തട്ടിക്കളയാം. അയ്യോ, കൊല്ലാനോ? ആ, തെളിവ് നശിപ്പിക്കുക. ഏതെങ്കിലും കൊക്കയിലോട്ട് എറിഞ്ഞാ മതി. വിവരമുള്ള പോലീസുകാർ അപകട മരണമാണെന്ന് കരുതിക്കൊള്ളും. ആദ്യം ആ ശാന്തിയെ കൊല്ലണം. അവള് ശവം കണ്ടല്ലേ? അവളെയും കൊല്ലണം. ഇപ്പൊ കിട്ടിയ സന്ദർഭം നാം കളയണ്ട. ആരും കാണാനില്ല. പോയി മനോഹരമായിട്ട് കൊന്നിച്ചു. ഞാൻ അല്ല, പിന്നെ 3 പേര് പോയാലേ മോളി പോവും. പിന്നെ എന്റെ ബുദ്ധിയും നിങ്ങളുടെ ശക്തിയും മതി. നിങ്ങളുടെ ബുദ്ധിയും എന്റെ ശക്തിയുമായാല് ഈ 3D പടം പോലെ ഇരിക്കും. ഇങ്ങോട്ട് വരണ പോലെ ഇരിക്കും, പക്ഷെ വരില്ല. ഞാനല്ല, ദൈവത്തിനാണ് ഞാനല്ല. അത് ഞാനല്ല നടന്നു നിന്നപ്പോ ഇങ്ങനെ വീണു പോയതാ. ഞാൻ കണ്ണ് കാണില്ലേ? ഇല്ല. അപ്പൊ ഇതിനു മുമ്പ് ഞങ്ങളെ കണ്ടിട്ടേ ഇല്ലേ? കാഴ്ചയില്ലാതെ എങ്ങനെ കാണാ? ഈ മഹാഭാവി നമ്മളെ ഇട്ട് ഓട്ടിച്ച ഓട്ടം എന്ത്? എന്താ കാര്യം? ഒന്നുമില്ല, ഞങ്ങൾ ഇവിടെ ഉള്ളവരല്ല. എങ്കിലും പരിചയപ്പെടാലോ. ഞാൻ ഇവിടുത്തെ രാജീവ് എസ്റ്റേറ്റിലെ പാർട്ട്ണറാണ്. ദൈവമേ, ഞാൻ രാജേന്ദ്രൻ. രാജേന്ദ്രൻ? രാജി പറയാറുള്ള? അതെ അതെ. രാജി എന്നോടെല്ലാം പറയാറുണ്ട്. ഇല്ല, ഓഫ് കോഴ്സ്, എവരിതിങ്. വരൂ. താങ്ക് യു. വരൂ.
വന്നാൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഇത് കണ്ടോ, കുരിശ് 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 കണ്ടാൽ നീ എന്റെ അപ്പം പ്രേതം നിൽക്കുമെന്ന് എനിക്കറിയാം. മനസ്സിലായില്ല. മനസ്സിലായില്ലേ? മനസ്സിലാവുമെങ്കിൽ ഇടയ്ക്കൊക്കെ സിനിമ കാണണം. ഡ്രാക്കുള കണ്ടിട്ടില്ലേ? എക്സോർസിസ്റ്റ്, ഭയമാണ് തമ്പാൻ. കുരിശ് കണ്ടാൽ പ്രേതങ്ങൾ പറവറക്കും. അതാ നിയമം. അത് ക്രിസ്ത്യൻ പ്രേതം, ഇത് ഹിന്ദുവാണ്, വിശാല ഹിന്ദു. മന്ത്രം വല്ലതും അറിയുമെങ്കിൽ പറ, എന്നാ ഞാൻ പേടിച്ചോളാം. അറിയോ? എന്നാ പോയിക്കോ, ഞാനും പോകുന്നു. എന്ത് പ്രേതം? പ്രേതങ്ങൾക്ക് ഉണ്ടോ ജാതി മതം? എന്നായപ്പോ ഇനി എനിക്ക് ക്ഷമിക്കാൻ വയ്യ. മരുമകനാണെങ്കിലും ഞാനൊരു മനുഷ്യനാണ്. എന്നെങ്കിലും മനതൃപ്തിയോടുകൂടി ഒരു കുപ്പി കള്ളു കുടിക്കാനുള്ള കാശ് എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഒരു സത്യം ഞാൻ പറഞ്ഞേക്കാം, ഈ ഫോട്ടോ ഇവിടെ തൂങ്ങില്ലെന്ന് മാത്രമല്ല അതിൽ അടിച്ച് പൊളിച്ച് തീയിട്ട് ചുട്ടുകളെ കുറിച്ചോളൂ. എനിക്ക് പറയാ എന്തോ? എനിക്ക് പറയാ എടേ, എന്റെ അപ്പനോട് പറഞ്ഞേക്ക് ഞാൻ പറഞ്ഞ ചെയ്യുന്ന ആളാണ്. ഇവിടെ തടി. അപ്പന്റെ ആകെയുള്ളൊരു ഫോട്ടോയാ. ഇനി എന്താ ചെയ്യാ? എന്റെ ഗോവിന്ദ, നീയും കൂടി ഇവിടെ ഇല്ലെങ്കിൽ എന്റെ ഗതി എന്താവും? ഞാൻ അഴി എണ്ണുന്നുണ്ടാവും. ഞാൻ അവന്റെ അച്ഛനല്ലെന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കടമില്ല. അവൻ അച്ഛനേ ഇല്ലെന്നല്ലേ അവൻ പറഞ്ഞു. ഏയ്, പോലീസുകാർ നുണ പറഞ്ഞതാവും. തല്ലിയും കുത്തിയും സത്യം ഉണ്ടാക്കുന്ന വകുപ്പല്ലേ. എന്റെ മകനെ എനിക്കറിയാവുന്നിടത്തോളം തനിക്കറിയാവോ? അവൻ അതും പറയും, അതിന്റെ അപ്പുറം പറയും. കൂടെയുള്ള അനന്തരവനാണെങ്കിൽ അതിലും കേമൻ. കൃഷ്ണചരിതം പഠിക്കാൻ അയച്ചാൽ അമ്മ അവനെ കൊല്ലാതെ അവൻ അറിയും. ലാസ്റ്റ് വാണിംഗ് കൊടുത്താണ് ഞാൻ വേട്ടയ്ക്ക് പോകുന്നത്. 2 ദിവസത്തിനകം കല്യാണ കാര്യം തീരുമാനിക്കണം, അല്ലെങ്കിൽ എല്ലാത്തിനും കൊല്ലുമെന്ന് പറഞ്ഞു. എങ്കിൽ 2 ദിവസം ജയിലിൽ കിടക്കട്ടെ എന്ന് അവന്മാർ തീരുമാനിച്ചു കാണും. അപ്പൊ നാരായണ, മോനി കല്യാണത്തിന് ഇഷ്ടമല്ലേ? അത് ഇഷ്ടമല്ലെങ്കിൽ പറയേ. പറഞ്ഞില്ലെങ്കിൽ നിന്റെ ഈ ജാമ്യം ഇപ്പൊ ഞാൻ പിൻവലിക്കും. എന്റെ ഗോവിന്ദ, നമ്മുടെ സൗകര്യത്തിന് നടക്കാനാണ് മക്കളെ ജനിപ്പിക്കുന്നതും വളർത്തുന്നത്. അവരതിന് എതിർ നിന്നാൽ തന്തയുടെ സ്ഥലം ഞാൻ മറക്കും. നീ കയറി, ഇന്ന് നമുക്ക് രണ്ടാളും തീരുമാനിക്കാം. വാ. എന്നാലും നീ നിന്റെ അമ്മയെ പറയിപ്പിച്ചല്ലോടാ. എന്റെ അച്ഛനാണ് സത്യം. പോലീസുകാരോട് വന്നിട്ടുമില്ല, ഞങ്ങളൊന്നും പറഞ്ഞിട്ടുമില്ല. അറിഞ്ഞാലും നീ വരില്ലെന്ന് എനിക്കറിയാം. ഞാൻ ജയിലിൽ കിടന്നാൽ നിനക്ക് തോന്നിയതെല്ലാം ചെയ്യാം. തോന്നിയ പെണ്ണിനെ കെട്ടാം, തോന്നിയ വിധത്തിൽ സിഗരറ്റ് വലിക്കാം, തോന്നിയ വിധത്തിൽ കുടിക്കാം, തോന്നിയവാസികൾ മുഴുവൻ. കണ്ടവേ, എടാ, എന്നെ അങ്ങനെ തോൽപ്പിക്കാൻ നോക്കണ്ട. ഞാൻ തോൽക്കൂല. നാളെ രാവിലെ നിന്റെ കല്യാണം നിശ്ചയം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. തീരുമാനിച്ചു.